എഡ്യൂക്കേസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ ഔദ്യോഗിക പ്രസിദ്ധീകരണമായ PSC ബുള്ളറ്റിനിൽ നിന്നും എടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം അരുണാചൽ പ്രദേശ്. അരുണാചൽ പ്രദേശാണ് ഇന്ത്യയിൽ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങൾ ആദ്യം പതിക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയിൽ പ്രസിഡന്റ് ഭരണം നിലവിൽ വന്ന ആദ്യ സംസ്ഥാനം. ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം. ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം പുതുച്ചേരി. പുതുച്ചേരിയാണ് ഇന്ത്യയിൽ ഫ്രഞ്ച് സംസ്കാരം നിലനിൽക്കുന്ന പ്രദേശം. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷം. ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്ന വർഷം 1857. 1857 ഇന്ത്യയിൽ ആദ്യത്തെ ആധുനിക സർവകലാശാല നിലവിൽ വന്നത്. ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയാണ്? ഭോപ്പാൽ. ഭോപ്പാലിലാണ് ഇന്ത്യയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമം. ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയ നിയമം 1858 നിയമം. 1858 നിയമമാണ് ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം നിർത്തലാക്കിയത്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ആദ്യത്തെ രാജ്യമായിരുന്നു അബ്സീനിയ. ഈ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പേര്. അബ്സീനിയയുടെ ഇപ്പോഴത്തെ പേര് എത്യോപ്യ. എത്യോപ്യ എന്നതാണ് അബ്സീനിയയുടെ ഇപ്പോഴത്തെ പേര്. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ ഇംഗ്ലീഷ് അക്ഷരമാലാ ക്രമത്തിൽ ആദ്യത്തെ രാജ്യമായിരുന്നു അബ്സീനിയ. രാഷ്ട്രപതി നിലയം എവിടെയാണ്? രാഷ്ട്രപതി നിലയം എവിടെയാണ്? ഹൈദരാബാദ്. ഹൈദരാബാദിലാണ് രാഷ്ട്രപതി നിലയം. രാഷ്ട്രപതി ഭവൻ്റെ പഴയ പേര്. രാഷ്ട്രപതി ഭവൻ്റെ പഴയ പേര് വൈസ് റീഗൽ പാലസ്. വൈസ് റീഗൽ പാലസ് എന്നതാണ് രാഷ്ട്രപതി ഭവൻ്റെ പഴയ പേര്. 2 ലോക മഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യം. 2 ലോക മഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യം ജർമ്മനി. ജർമ്മനിയാണ് 2 ലോക മഹായുദ്ധങ്ങളിലും പരാജയപ്പെട്ട രാജ്യം. ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ. ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ രാജ കേശവദാസ്. രാജ കേശവദാസാണ് ആലപ്പുഴ തുറമുഖം വികസിപ്പിച്ച തിരുവിതാംകൂർ ദിവാൻ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ഗ്രാൻഡ് ട്രങ്ക് റോഡ് ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? സോനാർഗവോണും പെഷവാറിനെയും. കൊൽക്കത്തയിലെ സോനാർഗവോണിനെയും പെഷവാറിനെയുമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് ബന്ധിപ്പിക്കുന്നത്. ഗ്രാൻഡ് സ്ലാം ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ഗ്രാൻഡ് സ്ലാം ഏത് കളിയുമായി ബന്ധപ്പെട്ട പദമാണ്? ബ്രിഡ്ജ്. ബ്രിഡ്ജ് കളിയുമായി ബന്ധപ്പെട്ട പദമാണ് ഗ്രാൻഡ് സ്ലാം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം ആർട്ടിക് സമുദ്രം. ആർട്ടിക് സമുദ്രമാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ഡി ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രം. അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ്? അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും എവിടെ നിന്നും വന്നവരാണ്? ഗ്രേറ്റ് ബ്രിട്ടൻ. അമേരിക്കയിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഗ്രേറ്റ് ബ്രിട്ടനിൽ നിന്നും വന്നവരാണ്. അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ. അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയും. റിപ്പബ്ലിക്കൻ പാർട്ടിയും ഡെമോക്രാറ്റിക് പാർട്ടിയുമാണ് അമേരിക്കയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം ന്യൂയോർക്ക്. ന്യൂയോർക്കാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരം. അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. അമേരിക്കയിലെ
സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്? കാലിഫോർണിയ. കാലിഫോർണിയയാണ് അമേരിക്കയിലെ സുവർണ സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഗ്രാൻഡ് കാന്യൻ ഏത് വൻകരയിലാണ്? ഗ്രാൻഡ് കാന്യൻ ഏത് വൻകരയിലാണ്? വടക്കേ അമേരിക്ക. വടക്കേ അമേരിക്കൻ വൻകരയിലാണ് ഗ്രാൻഡ് കാന്യൻ. യൂറോപ്പിലെ കശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം? യൂറോപ്പിലെ കശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡാണ് യൂറോപ്പിലെ കശ്മീർ എന്നറിയപ്പെടുന്ന രാജ്യം. യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? യൂസ്റ്റേഷ്യൻ ട്യൂബ് ഏതെല്ലാം ശരീരഭാഗങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? ചെവിയും തൊണ്ടയും. ചെവിയെയും തൊണ്ടയെയുമാണ് യൂസ്റ്റേഷ്യൻ ട്യൂബ് ബന്ധിപ്പിക്കുന്നത്. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണം? ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ എത്ര ശതമാനം വനം വേണം? 33%. ആരോഗ്യകരമായ പരിസ്ഥിതിക്ക് രാജ്യത്തിൻ്റെ 33% വനം വേണം. ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ? ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ നോട്ടിലസ്. നോട്ടിലസ് എന്ന മുങ്ങിക്കപ്പലാണ് ആണവോർജം കൊണ്ട് സഞ്ചരിക്കുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ മുങ്ങിക്കപ്പൽ. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം വഹിക്കാം? രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി എത്ര കാലം വഹിക്കാം? 6 മാസം. രാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉപരാഷ്ട്രപതിക്ക് ആ പദവി 6 മാസത്തോളം വഹിക്കാം. രാജമുദ്രി ഏത് നദിയുടെ തീരത്താണ്? രാജമുദ്രി ഏത് നദിയുടെ തീരത്താണ്? ഗോദാവരി. ഗോദാവരി നദിയുടെ തീരത്താണ് രാജമുദ്രി. രാജ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം? രാജ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം ആലപ്പുഴ. ആലപ്പുഴയാണ് രാജ കേശവദാസന്റെ പട്ടണം എന്നറിയപ്പെടുന്ന സ്ഥലം. രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത്? രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത് തീബ്സ്. തീബ്സ് ആണ് രാജാക്കന്മാരുടെ താഴ്വര എന്നറിയപ്പെടുന്നത്. 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരം? 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരം ചണ്ഡീഗഡ്. ചണ്ഡീഗഡാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായ നഗരം. ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്? ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ഏണസ്റ്റ് ഹെക്കൽ. ഏണസ്റ്റ് ഹെക്കലാണ് ഇക്കോളജി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത്. ഇൻഡോ ബാക്ട്രിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ? ഇൻഡോ ബാക്ട്രിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ മെനാൻഡർ. മെനാൻഡർ ആണ് ഇൻഡോ ബാക്ട്രിയൻ രാജാക്കന്മാരിൽ ഏറ്റവും പ്രസിദ്ധൻ. ഇന്തോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ സ്ഥലം? ഇന്തോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയ സ്ഥലം നീണ്ടകര. നീണ്ടകരയിലാണ് ഇന്തോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നടപ്പാക്കിയത്. ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? ഈസ്റ്റർ ദ്വീപ് ഏത് സമുദ്രത്തിലാണ്? പസഫിക് സമുദ്രം. പസഫിക് സമുദ്രത്തിലാണ് ഈസ്റ്റർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത്? ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത് എഡ്വിൻ അർണോൾഡ്. എഡ്വിൻ അർണോൾഡാണ് ബുദ്ധനെ ഏഷ്യയുടെ വെളിച്ചം എന്ന് വിശേഷിപ്പിച്ചത്. ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ടത്? ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ടത് മന്നത്ത് പത്മനാഭൻ. മന്നത്ത് പത്മനാഭനെയാണ് ഭാരത കേസരി എന്ന് വിളിക്കപ്പെട്ടത്. ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം? ഭാരതപ്പുഴയുടെ ഉദ്ഭവസ്ഥാനം ആനമല. ആനമലയാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം. ഭാരതരത്നയ്ക്ക് അർഹയായ പ്രഥമ വനിത? ഭാരതരത്നയ്ക്ക് അർഹയായ പ്രഥമ വനിത ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയാണ് ഭാരതരത്നയ്ക്ക് അർഹയായ പ്രഥമ വനിത. ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചൊഴുകുന്ന നദി? ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചൊഴുകുന്ന നദി കോങ്കോ. കോങ്കോ നദിയാണ് ഭൂമധ്യരേഖയെ 2 തവണ മുറിച്ചൊഴുകുന്നത്. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ എത്ര മടങ്ങാണ് ചന്ദ്രൻ്റേത്?
ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ എത്ര മടങ്ങാണ് ചന്ദ്രൻ്റേത്? 1/6. ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിൻ്റെ 1/6 ചന്ദ്രൻ്റെ ഗുരുത്വാകർഷണം. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെട്ടത് കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവായിരുന്നു ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഔറംഗസീബ് എന്നറിയപ്പെട്ടത്. ബ്രിട്ടീഷുകാർ മദ്രാസിൽ പണികഴിപ്പിച്ച കോട്ട സെൻറ്റ് ജോർജ് കോട്ട. സെൻറ്റ് ജോർജ് കോട്ടയാണ് ബ്രിട്ടീഷുകാർ മദ്രാസിൽ പണികഴിപ്പിച്ച കോട്ട. ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത് ഹീമോഫീലിയയാണ് ക്രിസ്മസ് ഡിസീസ് എന്നറിയപ്പെടുന്നത്. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ശ്രീലങ്കയുടെ ഔദ്യോഗിക ടി വി ചാനൽ രൂപവാഹിനി എന്ന ടി വി ചാനലാണ് ശ്രീലങ്കയുടെ ഔദ്യോഗിക ടി വി ചാനൽ. ശ്രീഹരിക്കോട്ട ഏത് നിലയിൽ പ്രസിദ്ധമാണ്? പ്രസിദ്ധം? ഉപഗ്രഹ വിക്ഷേപണം. ശ്രീഹരിക്കോട്ട ഒരു ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം എന്ന നിലയിലാണ് പ്രസിദ്ധം. ശ്രീപെരുമ്പുത്തൂരിൽ ജനിച്ച വൈഷ്ണവ ആചാര്യൻ രാമാനുജനാണ് ശ്രീപെരുമ്പുത്തൂരിൽ ജനിച്ച വൈഷ്ണവ ആചാര്യൻ. ക്രൂക്സ് ഗ്ലാസ് എന്തിനെ പ്രതിരോധിക്കാൻ ഉപയോഗിക്കുന്നു? പ്രതിരോധിക്കാനാണ് ഉപയോഗിക്കുന്നത്? അൾട്രാവയലറ്റ് കിരണത്തെ പ്രതിരോധിക്കാനാണ് ക്രൂക്സ് ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത് ഷെർഷയാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ചത്. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനമാണ് ആന്ധ്ര. 1953 ഒക്ടോബർ 1 ആന്ധ്രയാണ് ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം. ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യയിലെ സുഗന്ധവ്യഞ്ജന സംസ്ഥാനം എന്നറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ദേശീയ വിനോദം ഹോക്കിയാണ് ഇന്ത്യയുടെ ദേശീയ വിനോദം. ഇന്ത്യയിലെ ആദ്യ പുകയില വിമുക്ത നഗരം ചണ്ഡീഗഡാണ് ഇന്ത്യയിലെ ആദ്യത്തെ പുകയില വിമുക്ത നഗരം. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റില്ലാത്ത ചെറുവിമാനം നേത്ര എന്ന ചെറുവിമാനമാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത പൈലറ്റില്ലാത്ത ചെറുവിമാനം. ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം മിഗ് 29 യുദ്ധവിമാനമാണ് ഇന്ത്യൻ എയർഫോഴ്സിൽ ബാസ് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായിക രാധാദേവി ആരുടെ ഭാര്യയായിരുന്നു? ആരുടെ ഭാര്യയായിരുന്നു? ലാലാ ലജ്പത് റായ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നായികയായ രാധാദേവി ലാലാ ലജ്പത് റായിയുടെ ഭാര്യയായിരുന്നു. ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രിയായിരുന്നത് സി സുബ്രഹ്മണ്യമായിരുന്നു ഇന്ത്യൻ ഹരിത വിപ്ലവം നടന്ന സമയത്ത് കേന്ദ്ര കൃഷിമന്ത്രി. ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത് നർമ്മദ നദിയാണ് ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും വലുത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം ചിൽക്ക തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാകം. ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത മുംബൈ ടു താനെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ റെയിൽപാത. ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത് എവിടെയാണ്? തിരുവിതാംകൂറിലായിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടന്നത്. ഇന്ത്യൻ നാവികസേനാ ദിനം
ഡിസംബർ 4. ഡിസംബർ 4-നാണ് ഇന്ത്യൻ നാവികസേന ദിനം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് ആൽ. ആലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയൻ. ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരുവാണ് ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിലും നാണയത്തിലും ഇടം പിടിച്ച ആദ്യ കേരളീയൻ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ആഫ്രിക്കക്കാരൻ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ആഫ്രിക്കക്കാരൻ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ആഫ്രിക്കക്കാരൻ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ഏക ഇന്ത്യക്കാരൻ. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി. മൊറാർജി ദേശായിയാണ് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും പരമോന്നത ബഹുമതി നേടിയ ഏക ഇന്ത്യക്കാരൻ. ഇന്താങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഇന്താങ്കി നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? നാഗാലാൻഡ്. നാഗാലാൻഡിലാണ് ഇന്താങ്കി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി. പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യ പ്രധാനമന്ത്രി. 20-ാം നൂറ്റാണ്ടിലെ താൻസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. 20-ാം നൂറ്റാണ്ടിലെ താൻസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് കുന്ദൻലാൽ സൈഗാൾ. കുന്ദൻലാൽ സൈഗാളാണ് 20-ാം നൂറ്റാണ്ടിലെ താൻസൻ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനായിരുന്നു? ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനായിരുന്നു? ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത പിംഗലി വെങ്കയ്യ ആന്ധ്രാപ്രദേശുകാരനായിരുന്നു. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്. ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത് ദാദാഭായ് നവറോജി. ദാദാഭായ് നവറോജി ആയിരുന്നു ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായി കണക്കാക്കിയത്. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.